സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സീറോ മലബാർ സഭ ജാതി സംവരണം കൊണ്ട് നമ്പൂതിരിക്കും നായർക്കും ക്രിസ്ത്യാനിക്കും കനത്ത നഷ്ടമാണ് സംഭവിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപിൽ വയ്ക്കുന്ന മുഖ്യ അജണ്ട സാമ്പത്തിക സംവരണം നടപ്പാക്കണം എന്നതാണെന്നും സീറോ മലബാർ സഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയായ കത്തോലിക്ക കോൺഗ്രസ് പ്രഖ്യാപിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ സീറോ മലബാർ സഭ വെക്കുന്ന അജണ്ട സാമ്പത്തിക സംവരണമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് വി അഗസ്റ്റിൻ പറഞ്ഞു. ഈ രാജ്യത്ത് 2 ലക്ഷം രൂപ വരുന്ന പിന്നോക്ക സമുദായക്കാരന് സംവരണമുണ്ട്. തേണ്ടി നടക്കുന്ന നായർക്കും നമ്പൂരിക്കും ക്രിസ്ത്യാനും ഒരു സംവരണവുമില്ല, ഒരു ജോലിയുമില്ല. ഇത് മാറ്റണം ഈ രാജ്യത്ത്. സീറോ മലബാർ സമുദായത്തിന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് ആണെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി. സഭാംഗങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ആതുര സേവനപരവും സാമൂഹിക ക്ഷേമപരവുമായ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുമുള്ള സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു. സുറിയാനി കത്തോലിക്കരെ വിദേശികളെന്ന് അല്ലെങ്കിൽ നമ്മളെ വിദേശികളെന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആര്യൻ പശ്ചാത്തലമുള്ള മതങ്ങളുടെ ഉറവിടം എവിടെയെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ചരിത്രം അറിയുന്നവര് അവരും വിജാതി അല്ലെങ്കിൽ വിദേശികൾ തന്നെയാവില്ലേ. അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.